ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡാർക്കസ്റ്റ് ഡവ്. അപ്പോൾ ഡാർക്കസ്റ്റ് ഡവിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു ഫിക്സ് ആയിട്ടാണ്. എനിക്കെപ്പോഴും എല്ലാം 2-3 വട്ടം വന്നതാണ് യൂണിറ്റി വിഷ്വൽ സ്റ്റുഡിയോയുടെ 219-ലെ ഓട്ടോ കറക്റ്റ് വർക്ക് ചെയ്യുന്നില്ല എന്ന്. ഓട്ടോ കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈഫ് സേവറാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഓട്ടോ കറക്റ്റ് നിങ്ങൾ പല ഐഡിയയിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും, അതുപോലെ തന്നെയാണ് ഇതിലും ലൈഫ് സേവർ. ബിക്കോസ് എൻ്റെ ഒരു സിറ്റുവേഷൻ പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചില കോമ്പൗണ്ട്സിൻ്റെ ചില ഇതൊക്കെ മറക്കും. അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ അടിക്കും, ആ കോമ്പൗണ്ട്സ് ആ ലിസ്റ്റിലാൻ വരുമ്പോൾ അപ്പോൾ എനിക്ക് ഓർമ്മ വരും. അത് തന്നെയാണ് ഓട്ടോ കറക്റ്റിൻ്റെ മെയിൻ ഉപകാരം. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. ഇപ്പോൾ ഓട്ടോ കറക്റ്റ് വർക്ക് ചെയ്യണില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ചാൽ, നിങ്ങൾ ജസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് ഞാൻ ഇപ്പോൾ യൂണിറ്റിയിലൊരു ടെസ്റ്റ് ഒബ്ജക്റ്റിൽ ടെസ്റ്റ് എന്ന സ്ക്രിപ്റ്റ് ആഡ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് സോറി ഞാൻ യൂണിറ്റി ഓപ്പൺ ചെയ്തിട്ട് ഞാൻ സൂം ചെയ്തിട്ടുണ്ടുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് സൂം ചെയ്യാൻ കൺട്രോൾ സ്ക്രോൾ ബാറാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് എന്ന് അടിച്ചു കൊടുക്കുക. സ്റ്റാർട്ട് എന്നൊരു ഫംഗ്ഷനാണ് യൂണിറ്റിയുടെ. അപ്പോൾ അടിക്കുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് എന്ന് അവിടെ കാണിക്കുന്നില്ലെങ്കിൽ, ഇങ്ങനെ വരുന്നില്ലെങ്കിൽ ജസ്റ്റ് അപ്ഡേറ്റ് എന്ന് അടിച്ചു കൊടുക്കുക. അപ്ഡേറ്റ് എന്ന് ഇവിടെ വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഓട്ടോ കറക്റ്റ് വർക്ക് ആവുന്നില്ല എന്നാണ്. അപ്പോൾ അത് ഫിക്സ് ചെയ്യാനുള്ള ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രോബ്ലം മനസ്സിലായി, ജസ്റ്റ് ഗോ യൂണിറ്റി പോവുക. അതിൻ്റെ ശേഷം നിങ്ങൾ നേരെ ഫയലിൽ പോവുക. എഡിറ്റിൽ പോയിട്ട് നേരെ നിങ്ങൾ പ്രിഫറൻസിൽ പോകുക. പ്രിഫറൻസിൽ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് വരിക. അതിൽ നിങ്ങൾ എക്സ്റ്റേണൽ ടൂൾ സെലക്ട് ചെയ്യുക. എക്സ്റ്റേണൽ ടൂളിൽ നിങ്ങളിവിടെ എക്സ്റ്റേണൽ സ്ക്രിപ്റ്റ് എഡിറ്ററിൽ നിങ്ങൾ ജസ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ കമ്മ്യൂണിറ്റി 219 സെലക്ട് ചെയ്ത് കൊടുക്കുക. ദ റീസൺ ഞാൻ 290 സെലക്ട് ചെയ്താണ് യൂണിറ്റിയുടെ ഡിഫാൾട്ട് സ്ക്രിപ്റ്റ് എഡിറ്റർ. അപ്പോൾ ഞാൻ അതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ബിക്കോസ് ഇവിടെ ഞാൻ 2 വിഷ്വൽ സ്റ്റുഡിയോ യൂസ് ചെയ്യുന്നുണ്ട്, 2022 2021 പിന്നെ ഇത് യൂണിറ്റി സ്ക്രിപ്റ്റിങ്ങിനായിട്ടുള്ള യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്നാ യൂസ് ചെയ്യുന്നത്, ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളോട് അത് യൂസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ യൂണിറ്റി ഫോക്കസ് ചെയ്യുന്നുണ്ട്, ബിക്കോസ് അതായിരിക്കും ബെറ്റർ. നിങ്ങൾ ഇനിയിപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ടില്ലേ, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. യൂണിറ്റി ആപ്പ് എടുക്കുക. അതൊക്കെ പെട്ടെന്ന് ചെറിയൊരു അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഇവിടെ ഇൻസ്റ്റാൾസിൽ പോയി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിന് ആഡ് മൊഡ്യൂൾ. ഇത് ഞാൻ ബീറ്റ വെർഷൻ ഉപയോഗിക്കുന്നത്, അതുകൊണ്ടായിരിക്കും യൂണിറ്റി ആപ്പ് നിങ്ങളുടെ വ്യത്യാസം. ഇതാ യൂണിറ്റി, ഇത് ജസ്റ്റ് ഒന്ന് ടിക്കറ്റ് എടുത്ത് ഇൻസ്റ്റാൾ വെക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ലെറ്റ്സ് ഗോ. അതിൻ്റെ ശേഷം നിങ്ങളിപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. എന്നിട്ടും വർക്ക് ആവുന്നില്ലെങ്കിൽ മാത്രം, ഇപ്പോൾ എൻ്റെ വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, ഇതിൽ വർക്ക് ആവില്ല. ഫിക്സ്ഡ് അപ്ഡേറ്റ്. ഓക്കെ, എൻ്റെ വർക്ക് ആവുന്നുണ്ട്, എൻ്റെ ഓൾറെഡി വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, എന്നിട്ടും വർക്ക് ഇങ്ങനെ ടൂൾസിൽ പോകുക. ഗെറ്റ് ടൂൾസ് ആൻഡ് ഫീച്ചേഴ്സ് നിൽക്കുക, ഒന്ന് ലോഡാവും. ഓക്കെ ഗൈസ്, അതായി. ഓക്കെ, ടൂൾസിൽ ഗെറ്റ് ടൂൾസ് അതിന് ഓൾറെഡി ഓപ്പൺ ആയിരുന്നു. അപ്പോൾ ഒന്ന് ലോഡാവും. എന്തൊക്കെ ഇപ്പോൾ ടൂൾസ് എന്ന് പറഞ്ഞ ഫീച്ചേഴ്സാണ്, എക്സ്റ്റൻഷൻ പോലെ പറയാൻ പറ്റില്ല, ജസ്റ്റ് ഇതിലുള്ള ഫീച്ചേഴ്സ്. അപ്പോൾ ഇതിൽ കുറേ ഫീച്ചേഴ്സ് ടിക്കഡ് ആയിരിക്കും, ഓൾറെഡി ഡിഫാൾട്ടായി ഡൗൺലോഡ് ആയിരിക്കും. അതൊന്നും നിങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ നേരെ പോവുക, ഗെയിമിങ്ങിൽ പോയിട്ട് ഗെയിമിംഗ് ഡെവലപ്മെൻറ്റ് വിത്ത് യൂണിറ്റി 2D 3D ഗെയിംസ് ഒന്ന് ടിക്കിട്ടിട്ട് മോഡിഫൈ നിൽക്കുക. ഇവിടെ എത്ര MB എന്നൊക്കെ കാണിക്കും മോഡിഫൈ ചെയ്യാനുള്ള, അതൊക്കെ ചെയ്യുക. എന്നിട്ട് അയച്ച് മോഡിഫൈ ചെയ്തതിന് ശേഷം യൂണിറ്റി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. പറഞ്ഞാൽ യൂണിറ്റി എല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ പോയിട്ട് ക്വിറ്റ് അടിക്കണം, എന്നാലേ എക്സിറ്റ് ആവുള്ളൂ. ഓക്കെ, എന്നിട്ട് അയച്ച് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് സ്ക്രിപ്റ്റിൽ വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ വേണ്ടി ഫിക്സഡ് അപ്ഡേറ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. വർക്ക് ചെയ്യണം. അത് വർക്കിംഗ് ആണെന്ന് മനസ്സിലാവില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ വെയ്ക്കെന്ന് അടിച്ചാൽ ഇവിടെ വെയ്ക്കെന്ന് വരണം. അപ്പോൾ അത് ജസ്റ്റ് ടാബ് നിൽക്കുമ്പോൾ അതിൻ്റെ ഓട്ടോമാറ്റിക് അതിൻ്റെ എല്ലാം ഫില്ല് ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിളിന് എന്താ, കൺസോളൊക്കെ ഓട്ടോമാറ്റിക് എല്ലാം തോന്നുന്നു. ഓക്കെ, കൺസോൾ പ്രിൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് വർക്ക് ചെയ്യണ്ടോ നോക്കുക. എൻ്റെ എല്ലാം വർക്കിംഗ് ആണ്, എൻ്റെ ഓൾറെഡി വർക്കിംഗ് ആണ്. ഞാൻ നിങ്ങൾക്കൊന്നും ടെസ്റ്റ് കാണിച്ചതാണ്. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ കാണാൻ ഇതുവരെ നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ യൂണിറ്റിൻ്റെ കുറച്ച് ട്യൂട്ടോറിയൽസൊക്കെ ട്യൂട്ടോറിയൽസിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അമർത്തി വെക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുമായിരിക്കും.